ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു സജു സാറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു 4 മണി പരിഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് കുഞ്ഞിലേക്ക് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഇന്ന് വട്ടയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ആവിയിൽ വേവിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനത്തെ പലഹാരമാണ് അവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ശർക്കര ഒന്ന് ചീകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഞാനത് ഗോതമ്പാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പാവിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ലൂസായി പോകണ്ട, നമുക്കൊന്ന് ചപ്പാത്തിയേക്കാളും ഒന്ന് ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസിയിലെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും പിന്നെ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചീകിയ ശർക്കരയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരുപാട് ചീകി എടുക്കുന്നില്ല, നമ്മളൊന്ന് ഉരുക്കിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മധുരത്തിന് ആവശ്യമനുസരിച്ച് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് നമ്മുടെ ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളൊന്ന് ഈ തേങ്ങയിൽ ഈ ഒരു മധുരം ഒന്ന് പിടിക്കണം. ആ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് ആ പാനിലൊന്ന് പിടിച്ചിട്ട് നമ്മൾ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ആ തേങ്ങ ഡ്രൈ ആയി കിട്ടുന്നവരെ നമ്മൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് മീഡിയത്തിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നിട്ട് ഞങ്ങൾ കുട്ടുകത്തിലാണ് വെക്കുന്നത്. അപ്പോൾ കുട്ടുക ഞാനൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് വട്ടയിലയിൽ നമ്മൾ മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതം പോലെ വെക്കാം. ചിലർ മടക്കി വെക്കാറില്ല, ഞാനിവിടെ മടക്കിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മടക്കി നമ്മളിപ്പോൾ കുട്ടകത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് മതിയാവും. കാരണം മാവിൻ്റെ കട്ടി അനുസരിച്ചാണ് വേകുന്നത്. ഞാനിപ്പോൾ മാവ് വളരെ കട്ടി കുറഞ്ഞ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. കാരണം അതാണ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് അത് തന്നെയാണ്. കട്ടി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ഞാനിതിൽ ഒരു 2 കപ്പ് മാവെടുത്തതിൽ ഒരു 10-12 ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.